ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ സമയത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫുട്ബോൾ കളി അറിയാത്തവരായിട്ട് ആരും തന്നെയില്ല. കളികൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെയില്ല. ഗ്യാലറിയിലിരുന്ന് കൈയടിക്കുന്ന കാണികളുടെ നടുവിലൂടെ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ ഇറങ്ങുന്ന ഫുട്ബോൾ കളിക്കാർ ആദ്യത്തെ കിക്കിൽ ആരംഭിക്കുന്ന കളി മുന്നോട്ട് പോകുമ്പോൾ ഇരു കളിക്കാരെയും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളെ, രണ്ട് ക്ലബ്ബുകളെ പ്രതിനിധാനം ചെയ്യുന്ന കളിക്കാരെ അഭ്യസിപ്പിച്ച് കൊണ്ടുവന്ന കോച്ച്, ഫുട്ബോൾ കോച്ചുമാർ, അവരും മാറി നിന്ന് അവർ കളി വീക്ഷിക്കുക മാത്രമല്ല കളിക്കാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ആ കോച്ച് ആ കളിയെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ആ കളിക്കാരെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന ആ കോച്ച് ആ കളിക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന അടയാളങ്ങൾ എതിർ കക്ഷികൾക്ക്, എതിർ ടീമുകൾക്ക് മനസ്സിലായെന്ന് വരത്തില്ല. ആവേശഭരിതരായി കളിക്കളത്തിൽ ഓടി നടന്ന് ഗോൾ വേട്ട നടത്തുന്ന കളിക്കാർ കാണികളുടെ കരഘോഷത്തിനകത്ത് അവർ നിറയുകയാണ്. മാത്രമല്ല, കാണികളുടെ ആരവവും കയ്യടിയും ഒക്കെ കാരണം അവിടെ ഉണ്ടാകുന്ന ആ വലിയ ശബ്ദ കോലാഹലത്തിൽ കളിക്കാരെ പരിശീലിപ്പിച്ച പരിശീലകൻ അഥവാ കോച്ച് പറയുന്ന വാക്കുകൾ ഈ ശബ്ദത്തിനിടയിൽ അവർക്ക് കേൾക്കാൻ കഴിയത്തില്ല. എന്നാൽ ആ സമയത്ത് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ കോച്ച്, ആ പരിശീലകൻ പല ആംഗ്യങ്ങളും കാണിക്കും, അംഗവിക്ഷേപങ്ങൾ കാണിക്കും, പല അടയാളങ്ങൾ അവരെ കാണിച്ചു കൊടുക്കും. അത് കൃത്യമായി ആ കളിക്കാർക്ക് മനസ്സിലാകും. പരിശീലകൻ പരിശീലിപ്പിക്കുന്ന സമയത്ത് കളിക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ നിർദ്ദേശങ്ങളെയും മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അളവിൽ, എതിർ ടീമിന് മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ ആ പരിശീലകൻ കളിക്കളത്തിൽ നിന്ന് കളിക്കുന്നവർക്ക് ആംഗ്യത്തിലൂടെ കൈമാറുന്ന അടയാളങ്ങൾ കൃത്യമായി ആ കളിക്കാർ അത് പിടിച്ചെടുക്കും. ആ പരിശീലകൻ എന്ത് അടയാളം കാണിച്ചാലും എതിരെയുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും താൻ പഠിപ്പിച്ചവർക്ക് കാര്യം മനസ്സിലാവും, താൻ പരിശീലിപ്പിച്ചവർക്ക് കാര്യം മനസ്സിലാവും. അതിനനുസരിച്ച് കളിയുടെ ഗതി മാറാനിടയാകും. നിർണായകമായ സമയം, അവസാനത്തെ മിനിറ്റുകളിൽ പരാജയപ്പെടുമെന്ന് കാണുന്ന സ്ഥാനത്ത് പോലും പെട്ടെന്ന് ആ പരിശീലകൻ്റെ നിർദ്ദേശപ്രകാരം താൻ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ കളിക്കാർ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ കളിയുടെ ഗതി വളരെ വേഗത്തിൽ മാറുകയാണ്. അതവർക്ക് കിട്ടിയ പരിശീലനമാണ്, അതവർക്ക് കിട്ടിയ ഉത്സാഹമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ച, നമ്മെ ഉരുവാക്കിയ സർവശക്തനായ സാക്ഷാൽ ദൈവത്തിന്, കർത്താവായ യേശു ക്രിസ്തുവിനും തൻ്റെ ആത്മാവിനോട് നമ്മെ പരിശീലിപ്പിക്കുകയല്ലേ? ദൈവവുമായുള്ള സ്ഥിരബന്ധത്തിൽ നിലനിൽക്കുന്ന ഓരോരുത്തർക്കും അതാത് സമയങ്ങളിൽ ദൈവാത്മാവ് അടയാളങ്ങൾ കൈമാറുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൈമാറുന്നുണ്ട്. ഓരോ ഇൻസ്ട്രക്ഷൻസിനകത്തും അത് ശത്രുവിന് മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ നമുക്ക് മാത്രം മനസ്സിലാകുന്ന അളവിലേക്ക് ദൈവം നമുക്ക് ആ സൈനുകൾ, അടയാളങ്ങൾ വെളിപ്പെടുത്താറുണ്ട്. ആ പരിശീലകൻ കൊടുക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കുവാനും അത് പാലിക്കുവാനും ആ കളിക്കാർ ശ്രമിക്കുമ്പോൾ അതവരെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പോലെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ വിളിച്ച, നമ്മെ സ്നേഹിക്കുന്ന, നമുക്കായി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സാക്ഷാൽ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിർദ്ദേശങ്ങൾ ആരനുസരിക്കുമോ, അതിനെ ആർ ശ്രദ്ധിക്കുമോ, അതിനെ ആര് അവഗണിക്കാതിരിക്കുമോ, അവർക്കുള്ളതാണ് വിജയം. ദൈവവചനം എന്ന് പറയുന്നു, റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, 28-ാം വാക്യം: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒന്നും തിന്മയ്ക്കാകത്തില്ല. നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായ അടയാളങ്ങളെ കാണിക്കുമ്പോൾ അത് കാണുവാനും ശ്രദ്ധിക്കുവാനും അത് ഗൗനിക്കുവാനും അത് ഏറ്റെടുക്കുവാനും ആർ തയ്യാറാകുമോ, അവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരുവൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത വൻ കാര്യങ്ങളെ എതിർപക്ഷത്തിന് മനസ്സിലാകാത്തതുപോലെ, അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ നമ്മോട് കൈമാറുന്ന ആലോചനകളെ ഏറ്റെടുത്തുകൊണ്ട് വിശ്വസ്തയോടെ, ഹൃദയപരമാർത്ഥതയോടെ ജയത്തിനായി മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പരിശീലകൻ്റെ കീഴിൽ പരിശീലിച്ച് കളിക്കളത്തിൽ കാണികളുടെ കരഘോഷത്തിനിടയിലും തങ്ങളെ പരിശീലിപ്പിച്ച പരിശീലകനിൽ നിന്നും ശ്രദ്ധ മാറ്റാതെ അവരെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് അവർ ഓടി മാറുന്നതുപോലെ, അവർ ഓടിക്കയറുന്നതുപോലെ, വിജയത്തിൻ്റെ നിർണായക സമയങ്ങളിൽ പരാജയത്തിൽ നിന്നും മാറി വിജയത്തിലേക്ക് കയറുവാൻ കിട്ടുന്ന നിർദ്ദേശങ്ങളെ ഏറ്റെടുക്കുന്നത് പോലെ ജീവിത വിജയത്തിലേക്ക് കയറുവാൻ, വലിയ വിജയങ്ങളെ നേടുവാൻ, ശുഭ തുറമുഖത്തെത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സഹായിക്കട്ടെ. ആ നല്ല അമരക്കാരനോട് ചേർന്ന്, ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന്, ദൈവവചനത്തോട് ചേർന്ന് ഓരോ നിർദ്ദേശങ്ങളും പാലിച്ച് നമുക്ക് ജീവിക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ.
ആമേൻ ആമേൻ.